പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളൊന്നും കാണാതിരുന്ന ഒരു വലിയ മഹാമാരി ഈ ലോകത്ത് മുഴുവൻ ബാധിച്ച് നമ്മളെ ഇന്നും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിൻ്റെ ഒരു വലിയ പ്രതിസന്ധിയെ നമ്മൾ നേരിടുന്നു. പക്ഷേ ഇതൊരിക്കലും ജീവിതത്തിൽ തളർന്നു പോകാൻ ഇടയാകില്ല. കാരണം ഓരോ ജീവിതാനുഭവങ്ങളും നമ്മളെ നയിക്കുന്നത് പുതിയ അനുഭവതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ നമ്മളെ സഹായിക്കും. തീർച്ചയായും ഈ പ്രതിസന്ധിയെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. പുതിയ ഒരു അധ്യയന വർഷം നമുക്ക് കുറച്ചു കാലം കൂടി ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. എങ്കിലും നമുക്ക് കാത്തിരിക്കാൻ വയ്യ. പുതിയ വർഷം ജൂൺ 1 തന്നെ നമ്മൾ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നു. 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കാലാതീതം കാവ്യ വിസ്മയം എന്നാണ്. കാലാതീതം കാവ്യ വിസ്മയം എന്ന വാക്കിന്റെ അർത്ഥം കാലങ്ങൾക്ക് അതീതമാണ്, കാലങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്നതാണ് മഹത്തരമായ കാവ്യങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇന്ന് നാം വായിക്കപ്പെടുന്ന രചനകൾ ഒരുപാടെണ്ണം. അത് കഥയായാലും കവിതയായാലും നോവലായാലും നാടകമായാലും സഞ്ചാര സാഹിത്യമായാലും ഏതൊരു മഹത്തായ സൃഷ്ടിയും ഏത് കാലത്ത് ഏതു നാട്ടിൽ ഏതു ഭാഷയിൽ രചിക്കപ്പെട്ടതാണ് എന്നതിനപ്പുറം അത് ഉൾച്ചേർത്തിരിക്കുന്ന അന്തർധാര, അതിലെ വികാരങ്ങൾ, അതിലെ അനുഭൂതികൾ, ആവിഷ്കാരങ്ങളൊക്കെ മഹത്തരങ്ങളാകുമ്പോൾ കാലങ്ങൾക്ക് അപ്പുറത്തും അത് വായിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മളെ പഠിപ്പിച്ചിരുന്ന, നിങ്ങളൊക്കെ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ആദ്യത്തെ 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ നഴ്സറി ക്ലാസ് മുതൽ ഈ കഴിഞ്ഞ 9ാം ക്ലാസ് വരെ നിങ്ങളെ പഠിപ്പിച്ച ഒരുപാട് അധ്യാപകരെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. നിങ്ങൾ ഓർത്തു നോക്കിയാൽ നിങ്ങളെ പഠിപ്പിച്ച 1ാം ക്ലാസ്സിലോ നഴ്സറി ക്ലാസ്സിലോ മുതൽ LP-യിലും UP-യിലും ഹൈസ്കൂളിലും ഒക്കെ പഠിപ്പിച്ച അധ്യാപകര് നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ ചില അധ്യാപകര് ഇന്നും നമ്മുടെ മനസ്സിൽ വല്ലാതെ നിറഞ്ഞു നിൽക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? ഒരുപക്ഷെ LP ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക, ഒരുപാട് അധ്യാപകർ നമ്മളെ പഠിപ്പിച്ചതല്ലേ, പക്ഷെ ചില അധ്യാപകർ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം അത്ര വലുതാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഇന്നും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നിലനിർത്തുന്നത്, അവരുടെ ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് LP ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനെ അല്ലെ അധ്യാപികയായിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. മറ്റുള്ളവരിൽ നിന്നും അവരെന്തൊക്കെയോ ചില വ്യത്യാസങ്ങൾ, വ്യത്യസ്തതകൾ നമ്മുടെ ജീവിതത്തിൽ പകർന്നു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കാവ്യങ്ങൾ എന്ന് പറയുന്നത്. മഹത്തരങ്ങളായ കാവ്യങ്ങൾ, ഇപ്പോ വ്യാസമഹാകവിയോ അതുപോലെ തന്നെ എഴുത്തച്ഛനോ അതുപോലെ വാൽമീകിയോ, ഇപ്പോ മറ്റ് സാഹിത്യ മേഖലകളിലേക്ക് കടന്നാൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ സാഹിത്യപരമായി കടന്നാൽ ഷേക്സ്പിയറോ ഷെല്ലിയോ കീറ്റ്സോ ഖലീൽ ജിബ്രാനോ അതുപോലെ തന്നെ വിക്ടർ ഹ്യൂഗോയെ പോലുള്ള മഹാരഥന്മാർ, മഹാകവി കാളിദാസനെ പോലുള്ള കവികൾ എത്രയോ കാലങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നവരാണ്. അവരുടെ കാവ്യങ്ങൾ ഏത് നാട്ടിലെ ഏത് ഭാഷയിൽ ഏത് കാലത്ത് രചിക്കപ്പെട്ടതാണ് എന്നതിനപ്പുറം അവരൊക്കെ രചിച്ചിരിക്കുന്ന മഹാകാവ്യങ്ങൾ, രചനകൾ ഇന്നും വായിക്കപ്പെടുന്നു. കാരണം അവർ ചൊലുത്തിയ സ്വാധീനം, ആ രചനകളിലൂടെ അവർ കൊണ്ടുവന്ന വലിയ ആശയങ്ങൾ ഇന്നും പ്രസക്തങ്ങളാണ്. അതുകൊണ്ടാണ് കാലാതീതം കാവ്യ വിസ്മയം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രചനകൾ എത്ര കാലം കഴിഞ്ഞാലും നിലനിൽക്കുക തന്നെ ചെയ്യും. അതാണ് സത്യം. ഇവിടെ നമ്മുടെ യൂണിറ്റിന്റെ ആമുഖമായി നമുക്കൊരു കൊച്ചു കവിത നൽകിയിട്ടുണ്ട്. സച്ചിദാനന്ദൻ എന്ന് പറയുന്ന കവിയുടെ കവിത പറയുകയാണ്: ലോകമെങ്ങും കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ, ഇലകൾക്കും തത്തകൾക്കും ഗൗളികൾക്കും എന്നതുപോലെ. കവികളുടെ ഭാഷ എന്ന് പറയുന്നത് വികാരവും ഭാവവും ആശയവുമാണ്. ഏത് കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടതായിക്കോട്ടെ, വികാരവും ഭാവവും ആശയവും ഇതിൻ്റെയൊക്കെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? മനുഷ്യൻ തന്നെയാണ്. ലോകത്ത് രചിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കാവ്യങ്ങളും ആത്യന്തികമായും മനുഷ്യൻ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അതിന്റെ ഭാഗമാണ് നമ്മൾ വായിക്കപ്പെടുന്ന രചനകൾ.
തീർച്ചയായും ലോകമെമ്പാടും കവികൾക്ക് ഒരു ഭാഷയേ ഉള്ളൂ എന്ന് പറയുന്നത് അതിന് ലിപി എന്ന അർത്ഥത്തിലല്ല. അത് മലയാളമോ തമിഴോ ഇംഗ്ലീഷോ തെലുങ്കോ കന്നഡമോ ഫ്രഞ്ച് ഭാഷയോ ഏത് ഭാഷയുമാവട്ടെ, ജർമ്മനോ ഏതുമാവട്ടെ, രചിക്കപ്പെടുന്ന ലിപിയല്ല, പിന്നെയോ ഹൃദയത്തിന്റെ ഭാഷ. ആത്യന്തികമായും എല്ലാ രചനകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യനിലയാണ്, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പാണ് എന്ന വലിയ സത്യം. നമുക്കറിയാം, ലോകത്തെ എവിടെയുള്ള ഇലകളുടെ മർമ്മരവും ഒരുപോലെയാണ്, കാറ്റിന്റെ വീശല് ഒരുപോലെയാണ്, മഴ പെയ്യുമ്പോഴുള്ള ശബ്ദം ഒരുപോലെയാണ്, പുഴയൊഴുകുമ്പോൾ അല്ലെങ്കിൽ കൊച്ചരുവികൾ ഒഴുകുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദം ഒരുപോലെയാണ്. അതുപോലെ തന്നെ ഗൗളികൾ ചലിക്കുന്നത് ഒരുപോലെ. ഏത് നാട്ടിൽ, ഇപ്പോ ബ്രിട്ടനിൽ കാറ്റ് വീശിയാലും ഇന്ത്യയിൽ കാറ്റ് വീശിയാലും എവിടെ കൊച്ചരുവികൾ ഒഴുകിയാലും അവയുടെ ശബ്ദം ഒന്നു തന്നെയാണ് എന്നതുപോലെ ലോകത്ത് എവിടെ രചിക്കപ്പെടുന്ന മഹാകാവ്യങ്ങളായിക്കൊള്ളട്ടെ, അവയുടെയൊക്കെ ഉള്ളിലുള്ള യഥാർത്ഥ ആന്തരിക ഭാഷ അത് ഒന്നു തന്നെയാണ് എന്നാണ് ഈ യൂണിറ്റ് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഈ യൂണിറ്റിൽ പ്രധാനമായി നമ്മൾ 3 പാഠഭാഗങ്ങളാണ് ഉൾച്ചേർത്തിട്ടുള്ളത്. മഹത്തരങ്ങളായ കാവ്യങ്ങൾ. നമുക്കറിയാം, മലയാള ഭാഷയുടെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം നമ്മൾ നൽകുന്നത് ആധുനിക മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണ കിളിപ്പാട്ടിലെ ഒരല്പഭാഗം ലക്ഷ്മണസ്വാന്തനം എന്ന് പറയുന്ന പാഠഭാഗമാണ് നമുക്ക് നൽകിയിട്ടുള്ള 1ാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ഒരു കാലഘട്ടം, 16ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഇരുണ്ട കാലഘട്ടമാണ് അറിയപ്പെടുന്നത്. ജാതി മത വർഗ വ്യത്യാസങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന, തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ഉണ്ടായിരുന്ന, അടിമകളും ഉടമകളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അവിടെ സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് ഭക്തി, അതൊന്നുകൊണ്ട് മാത്രം ഈശ്വര സാക്ഷാത്കാരം സാധ്യമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധസ്ഥിത വർഗത്തെ, പിന്നോക്ക ജനതയെ നന്മയിലേക്ക് ആത്യന്തികമായും ഒരു നല്ല മനുഷ്യനാക്കി മാറ്റാനുള്ള പരിശ്രമങ്ങളാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അധ്യാത്മരാമായണ കിളിപ്പാട്ടിലൂടെ നമ്മെ കൊണ്ടുപോയത്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ വക്താവാണ് എഴുത്തച്ഛൻ. മാത്രമല്ല, തമിഴെന്നും മലയാളമെന്നും കന്നഡമെന്നും സംസ്കൃതമെന്നും വ്യത്യാസത്തിൽ വളർന്നു വന്നിരുന്ന മലയാള ഭാഷയെ സംസ്കൃതമെന്നും തമിഴെന്നും മലയാളമെന്നും പാട്ടും മണിപ്രവാളവും ചേർന്ന ഒരു സാഹിത്യ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി സ്വതന്ത്രമായ ഒരു മലയാള ഭാഷയിലേക്ക് നമ്മൾ നയിച്ച ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ എന്ന് പറയുന്ന കവി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാവ്യങ്ങൾ രചിച്ചിട്ടുള്ളത്. പ്രധാനമായും അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നാണ്. കിളിയെ കൊണ്ട് പാട്ട് പാടിക്കുന്ന ഒരു രീതി കിളിപ്പാട്ട് പ്രസ്ഥാനം. കിളിയെ കൊണ്ട് പാട്ട് പാടിക്കുന്ന രീതിയിൽ അത്ര മനോഹരമായി തന്റെ ശാരീരിക പൈതലിനോട് കവിത ചൊല്ലാൻ ആവശ്യപ്പെടുന്ന കവിയെ നാം കാണുന്നു. ആ കവിതയിലൂടെ അധ്യാത്മരാമായണ കിളിപ്പാട്ട്, മഹാഭാരത കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം തുടങ്ങിയ കാവ്യങ്ങളാണ് എഴുത്തച്ഛൻ്റെതായി നാം വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഇതിൽ അധ്യാത്മരാമായണ കിളിപ്പാട്ട് അദ്ദേഹത്തിന്റെ രചനയുടെ പ്രത്യേകത ആ കാലഘട്ടത്തിന്റെ ആവശ്യകതയിൽ നിന്നാണ് അധ്യാത്മരാമായണ കിളിപ്പാട്ട് രചിച്ചിട്ടുള്ളത്. രാമായണ കഥയെ അടിസ്ഥാനമാക്കിയാണ് രാമായണ അധ്യാത്മരാമായണ കിളിപ്പാട്ട് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, യഥാർത്ഥത്തിൽ വാത്മീകി മഹർഷി രാമായണ കഥ രചിച്ചത് ഉത്തമനായ ഒരു രാജാവായിട്ടാണ് വാത്മീകി മഹർഷി ശ്രീരാമനെ അവതരിപ്പിക്കുന്നത്. ഒരു രാജാവ് എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തമ ദർശനമാണ് അല്ലെങ്കിൽ തെളിവാണ് ശ്രീരാമ മഹാരാജാവിലൂടെ വാത്മീകി മഹർഷി അവതരിപ്പിക്കുന്നത്. എന്നാൽ കമ്പരാമായണത്തിൽ കമ്പർ എന്ന മഹാകവി രേഖപ്പെടുത്തി വെച്ചതുപോലെ ഈശ്വര അവതാരമായിട്ടാണ് അധ്യാത്മരാമായണ കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ ശ്രീരാമനെ അവതരിപ്പിക്കുന്നത്. ഭഗവാൻ ശ്രീരാമൻ. ഇവിടെ നമുക്കറിയാം ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത. മഹാകവി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ 16ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് അന്ധകാര യുഗം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രധാനമായും ജന്മികുടിയ ജീവിതത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച അടിമകളും ഉടമകളും തമ്മിലുള്ള നിരന്തര സമരത്തിലെ ഒരു കാലഘട്ടം.
അവിടെ സമൂഹത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിരുന്ന ഒരു വിഭാഗം. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരാവട്ടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ബാക്കിയുണ്ടായിരുന്നില്ല. കൊടിയ ദരിദ്രം, ജന്മിയുടെ ഭൂമിയിൽ അടിമകളെ പോലെ ജീവിക്കേണ്ടവർ, കന്നുകാലികളെ പോലെ ജീവിച്ചിരുന്ന ഒരു ജനത. അവർക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല. ജീവിതത്തിൽ നമ്മളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പ്രതീക്ഷകളുണ്ടാവും അല്ലേ? നമ്മൾ പുതിയ വർഷം വരും, സ്കൂളിലേക്ക് പോകും, അപ്പൊ നമ്മൾ പുതിയ കുപ്പായങ്ങളൊക്കെ തുന്നിക്കും, പുതിയ പുസ്തകങ്ങൾ വാങ്ങിക്കും, പുതിയ കുടകൾ വാങ്ങും, പുതിയ ബാഗുകൾ വാങ്ങും. ഇതൊക്കെ നമുക്കൊരു പ്രതീക്ഷ നൽകുന്നു. എന്താണ്? നമ്മൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കിടക്കുന്നു. വീട്ടില് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവുക, ഇതൊക്കെ ഒരു പ്രതീക്ഷ. ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാവുക. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ലക്ഷ്യമില്ല. ജനിച്ചുപോയി എന്നതിന്റെ പേരിൽ മരണം വരെ ജന്മിയുടെ ഭൂമിയിൽ അടിമയായി പണിയെടുക്കേണ്ടി വന്ന ഒരു ജനത. അവർക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല. അങ്ങനെ അന്ധകാര ഉന്മുഖമായ ഒരു ജീവിത കാലഘട്ടത്തിൽ, അന്ധകാര പൂർണ്ണമായ ഒരു ജീവിതത്തിൽ അവരുടെ ഇടയിലേക്ക് കടന്നു വന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തന്റെ അധ്യാത്മരാമായണ കിളിപ്പാട്ടിലൂടെ ഈ പിന്നോക്ക ജനതയെ ഉണർത്തുന്നതിന് വേണ്ടി ഭക്തിപ്രസ്ഥാനം കൊണ്ടുവന്നു. തന്റെ കാവ്യത്തിലൂടെ ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രയോക്താവായി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മാറി. കാരണം നമുക്കറിയാം, ആ കാലഘട്ടം എന്ന് പറയുന്നത് സവർണ വിഭാഗത്തിൽ പെടുന്നവർക്ക് മാത്രമാണ് പ്രാർത്ഥനകൾക്കുള്ള അവകാശം ഉണ്ടായിരുന്നത്. ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ അവരന്ന് ബലിയർപ്പിച്ചിരുന്നത് പാലും നെയ്യും വെണ്ണയും ഒക്കെ ആയിരുന്നു. സ്വർണവും വെള്ളിയും ഒക്കെ ആയിരുന്നു സമർപ്പണം നടത്തിയിരുന്നത്. എന്നാലോ സാധാരണക്കാരന് ഇത് ഒരിക്കലും പ്രാപ്യമായിരുന്നില്ല. പാലോ വെണ്ണയോ നെയ്യോ ഒന്നും അവരുടെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, ഒരിക്കലും ഉപയോഗിക്കാൻ പോലും പറ്റില്ല. ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ ഇപ്രകാരത്തിലുള്ള സാധനങ്ങളൊക്കെ വേണം എന്ന സവർണ വിഭാഗത്തിന്റെ ഒരു ശൈലി അതൊരിക്കലും സാധാരണക്കാരന് സാധ്യമായിരുന്നില്ല. അവിടെയാണ് തന്റെ ഭക്തി പ്രസ്ഥാനത്തിലൂടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ സാധാരണക്കാരോട് ഇങ്ങനെ പറഞ്ഞു: ഭക്തി അതൊന്നുകൊണ്ട് മാത്രം ഈശ്വരനെ സാക്ഷാത്കരിക്കാം. ഹൃദയത്തിൽ നിന്നുള്ള ഭക്തി, ഈശ്വരനോടുള്ള ഭക്തി, അതൊന്നുകൊണ്ട് മാത്രം ഈശ്വര സാക്ഷാത്കാരം സാധ്യമാവും. അവരുടെ ഉള്ളിൽ ഒരു ഈശ്വരൻ ഉണ്ട് എന്ന ചിന്തയുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, നിങ്ങൾക്ക് നല്ല മാർഗങ്ങൾ നൽകാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ഈശ്വരനുണ്ട്. അത് മറ്റാരുമല്ല, ഭഗവാൻ ശ്രീരാമനാണ് എന്ന് സാധാരണക്കാരോട് കവി വിളിച്ചു പറഞ്ഞു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം ഈശ്വരാവതാരമായ ശ്രീരാമനെ നമ്മുടെ ജനതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, ഈശ്വരാവതാരമായ ഭഗവാൻ ശ്രീരാമന് പോലും എന്തെല്ലാം ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. രാജാവായ അഭിഷേകം ചെയ്യാൻ പോകുന്ന സമയത്ത് അപമാനിതനായി വനവാസത്തിന് പോകേണ്ടി വന്നു. തന്റെ പ്രിയപ്പെട്ടവളായ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ നിസ്സഹായനായി ഒരു ഘട്ടത്തിൽ നോക്കി നിൽക്കേണ്ടി വന്നു. ലങ്കയിൽ നിന്ന് രാവണനിൽ നിന്നും സീതയെ വീണ്ടെടുത്ത് കൊണ്ടുവന്നുവെങ്കിലും രാജ്യം തിരിച്ചു ലഭിക്കാൻ സീതയെ, പൂർണ്ണ ഗർഭിണിയായ സീതയെ വനത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഈശ്വരാവതാരമായ ശ്രീരാമന് പോലും ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ എത്ര നിസ്സാരങ്ങളാണ് എന്ന് കവി അതിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇതാണ് ഭക്തിപ്രസ്ഥാനത്തിന്റെ വഴികളിലൂടെ അദ്ദേഹം പകർന്നു നൽകിയ വലിയൊരു സന്ദേശം. മഹാഭാരതം കിളിപ്പാട്ടിലും ഇതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം കടന്നു വരുന്നുണ്ട്. ഹരിനാമ കീർത്തനത്തിലും കവി തന്റെ ആശയങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയുന്നു. കവിയുടെ യാത്രികമായ ലക്ഷ്യം മനുഷ്യ നന്മയാണ് എന്ന് നമ്മൾ കാണുന്നു. മാത്രമല്ല, അതുപോലെ തന്നെ വളരെ വ്യക്തമായി നമുക്കറിയാം, ആ പാഠഭാഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രീരാമന്റെ ഭക്താഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കുപിതനായ ലക്ഷ്മണനെ ശ്രീരാമൻ സ്വാന്തനിപ്പിക്കുകയാണ്. കാരണം എന്താ? ജീവിതത്തില് അധികാരം എന്ന് പറയുന്നത്, ധനമെന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത്, ആരോഗ്യം എന്ന് പറയുന്നത് ഒക്കെ എപ്പോൾ നഷ്ടപ്പെടുമെന്ന് അറിയില്ല. ജീവിതത്തില് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് സ്വത്തോ ആരോഗ്യമോ മറ്റ് ജീവിത ഉപാധികളോ അല്ല. പിന്നെയോ നമ്മളൊക്കെ ജീവിക്കേണ്ടുന്നത് മറ്റുള്ളവർക്ക് നന്മയുള്ളവരായിട്ടാവണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ ചെയ്യാൻ സാധിക്കാത്ത ചെയ്യുന്നവരാവണം. ഈ ലക്ഷ്യബോധം ജനങ്ങളിലേക്ക് ഉണ്ടാക്കാൻ ശ്രീരാമൻ ലക്ഷ്മണനിലൂടെ നമുക്ക് തന്നെ നൽകുന്ന ഒരു വലിയ സന്ദേശം, കവി നമുക്ക് നൽകുന്ന സന്ദേശമാണ്. കോപിഷ്ഠ
നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ചിത്രം കവി കാഴ്ചവെക്കുന്നു. മാത്രമല്ല, കവി ഈ രചനയിലൂടെ, ലക്ഷ്മണ സാന്ത്വനത്തിലൂടെ ശ്രീരാമൻ ലക്ഷ്മണൻ നൽകുന്ന ഉപദേശം കവി നമുക്ക് തന്നെ നൽകുന്ന ഉപദേശമാണ് എന്ന് നാം തിരിച്ചറിയുന്നു. ഒപ്പം മറ്റൊന്ന്, കാളിദാസ മഹാകവിയാണ്. ഭാരതീയ സാഹിത്യത്തിൽ ഇന്ന് വരെ രൂപീകരിക്കപ്പെട്ട മറ്റേതൊരു മഹാസൃഷ്ടിയേക്കാളും മുന്നിൽ നിൽക്കുന്നത് മഹാകവി കാളിദാസന്റെ രചനകളാണ്. ലോകത്ത് ഏറ്റവും വലിയ പർവ്വതം എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ഹിമാലയമാണ്. അങ്ങനെയെങ്കിൽ ഭാരതീയ സാഹിത്യത്തിലെ ഒരു വലിയ കൊടുമുടി തന്നെയാണ് മഹാകവി കാളിദാസൻ. നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗം ഋതുയോഗം എന്ന പാഠഭാഗം, അത് മഹാകവി കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം നാടകത്തിലെ ഒരു അല്പഭാഗം. വിശ്വമഹാകവി എന്നാണ് മഹാകവി കാളിദാസൻ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഷേക്സ്പിയർ എന്നും അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്താണെന്ന് കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും വിക്രമാദിത്യന്റെ സദസ്സിലെ മഹാരാജാവായിരുന്ന വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിട്ടാണ് കാളിദാസ മഹാകവിയെ കണക്കാക്കുന്നത്. അഭിജ്ഞാന ശാകുന്തളം നാടകമാണ്. ഇവിടെ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നത് ഹസ്തിനപുരിയിലെ രാജാവായിരുന്നു ദുഷ്യന്തൻ. വളരെ പ്രശസ്തനായ രാജാവ്, ലോകപ്രശസ്തനായ രാജാവ്. രാജാക്കന്മാര് യുദ്ധശേഷം വിശ്രമിക്കുന്ന കാലങ്ങളിൽ നമ്മളൊക്കെ പരീക്ഷാ സമയങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ടൂറൊക്കെ പോകുന്നത് പോലെ രാജാക്കന്മാര് മറ്റു രാജാക്കന്മാരുമായുള്ള സമരങ്ങളും യുദ്ധങ്ങളും ഒക്കെ കഴിഞ്ഞ് വിശ്രമ സമയത്ത് മൃഗയാ വിനോദം വേട്ടയാടാനായിട്ട് കാട്ടിലേക്ക് പോകും. ഇങ്ങനെ കാട്ടിലേക്ക് പോയ ദുഷ്യന്ത മഹാരാജാവ് വനത്തിൽ വെച്ച് കണ്ണോശ്രമത്തിൽ എത്തിച്ചേരുകയും കണ്ണോ മുനിയുടെ വളർത്തുമകളായിട്ടുള്ള ശകുന്തളയെ കണ്ടെത്തുകയും ചെയ്തു. ദുഷ്യന്ത മഹാരാജുമായി പ്രണയത്തിലായി തീർന്ന ശകുന്തള ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതയാവുകയും ഗർഭിണിയാവുകയും ചെയ്തു. അവിടെ ദുർവാസാ മഹർഷിയുടെ ശാപം കൊണ്ട് ശകുന്തളയെ ദുഷ്യന്തൻ മറന്നുപോകുന്നുണ്ട്. ഹസ്തിനപുരിയിൽ വെച്ച് അപമാനിതയായി തിരിച്ചയക്കപ്പെട്ട ശകുന്തള പൂർണ്ണ ഗർഭിണിയാണെങ്കിലും കാശികാശ്രമത്തിലേക്ക് തിരിച്ചെത്തുന്നു. കാലങ്ങൾ കുറെ കഴിഞ്ഞു. ശകുന്തള ഒരു കുഞ്ഞിന് ജന്മം നൽകി. യുദ്ധത്തിൽ ഇന്ദ്രനെ സഹായിച്ച് വിജയശ്രീലാളിതനായി തിരിച്ചെത്തുന്ന ദുഷ്യന്തൻ കണ്ണോശ്രമത്തിൽ എത്തിച്ചേരുകയാണ്. അവിടെ വെച്ച് സിംഹക്കുട്ടിയെ അമ്മ സിംഹത്തിന്റെ പാല് പിടിച്ചുകൊണ്ടിരുന്ന സിംഹക്കുട്ടിയെ അതിന്റെ ഗളരോമങ്ങളിൽ കുഞ്ചിരോമങ്ങളിൽ പിടിച്ചു വലിച്ച് അതിന്റെ വായിൽ പല്ലടി നോക്കുന്ന ഒരു കുമാരനെയാണ് കണ്ണോശ്രമത്തിലെത്തുന്ന ദുഷ്യന്തൻ കാണുന്നത്. ആ കുട്ടിയുടെ കുസൃതിയിൽ ദുഷ്യന്തൻ ആകർഷണനാണ്. അവിടെ ഉണ്ടായിരുന്ന താമസികമാരിൽ നിന്നും ഉള്ള സംസാരത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ദുഷ്യന്തൻ മനസ്സിലാക്കിയാണ്. മാത്രമല്ല, ഈ ബാലന്റെ കൈകളിൽ കാണുന്ന ചക്രവർത്തി ലക്ഷണം അവൻ ഒരു മുനികുമാരനല്ല എന്ന തിരിച്ചറിവിലേക്ക് രാജാവിനെ എത്തിക്കുന്നു. മാത്രമല്ല, അവന്റെ കയ്യിൽ നിന്നും രക്ഷ അഴിഞ്ഞു പോകുമ്പോൾ അത് എടുത്തവന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നതിൽ നിന്നും രാജാവ് തന്റെ മകനാണ് എന്ന് ആ കുഞ്ഞിനെ തിരിച്ചറിയുന്നു. എന്തായാലും ഋതുയോഗം എന്ന് പറയുന്ന പാഠഭാഗത്തിലൂടെ ദുഷ്യന്തനും ശകുന്തളയും സർവ്വധവനൻ എന്ന അവരുടെ മകനും ഒന്നിച്ചു ചേരുന്ന ഋതുക്കളുടെ യോഗമായി തന്നെ മാറുകയാണ് ഋതുയോഗം എന്ന പാഠഭാഗം. കാലാതീതം കാവ്യവിസ്മയം എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് ഭാവങ്ങൾ എന്നുള്ളത്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിക്ടർ ഹ്യൂഗോയുടെ രചനയാണ്. ഫ്രഞ്ച് സാഹിത്യകാരനാണ് അദ്ദേഹം. ഒരു നിരൂപകൻ, ചിത്രകാരൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, നോവലിസ്റ്റ്, അങ്ങനെ നിരവധി മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് വിക്ടർ ഹ്യൂഗോയുടെ. ജീവിതത്തിൽ ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട രചനയാണ് അദ്ദേഹത്തിൻ്റെ ഭാവങ്ങൾ എന്ന രചന. ഒരുപക്ഷെ ഭാരതീയ സാഹിത്യത്തിലെ രാമായണവും മഹാഭാരതവും പോലെ വിളക്ക് കത്തിച്ചു വെച്ച് വായിക്കേണ്ടുന്ന ഒരു രചനയാണ് ഭാവങ്ങളെന്ന് വള്ളത്തോൾ
നാരായണൻ എന്ന മഹാകവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റാം വാൾ റാം, ഇംഗ്ലീഷ് ഭാഷയിൽ ജീൻ വാൽ ജീൻ എന്ന മനംവെട്ടുകാരൻ്റെ ജീവിത കഥയാണ് പാവങ്ങളിലൂടെ വിക്ടർ ഹ്യൂഗോ അവതരിപ്പിക്കുന്നത്. തൻ്റെ വിധവയായ സഹോദരിയും 7 മക്കളും റാങ്ങിൻ്റെ സംരക്ഷണയിലാണ് കഴിഞ്ഞിരുന്നത്. ശൈത്യകാലത്ത് തൊഴിലൊന്നുമില്ലാതെ വിഷമിച്ച റാങ് ഒരു ബേക്കറിയിൽ നിന്നും റൊട്ടി മോഷ്ടിക്കുന്നു. അതിന്റെ പേരിൽ കുറ്റവാളിയെ പിടിക്കപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നു റാങ്. ഇതിനിടയിൽ തന്റെ സഹോദരിയെയും മക്കളെയും കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് അദ്ദേഹം പലവട്ടം ജയിൽ ചാടുന്നു. ഓരോ തവണയും പിടിക്കപ്പെടുകയും ഏതാണ്ട് 19 വർഷം ജയിൽവാസം തുടരുകയും ചെയ്യേണ്ടി വന്നു റാങ്ങിന്. അവസാനം ജയിൽ മോചിതനായ റാങ് അവിടെയുള്ള ഒരു മെത്രാന്റെ ഭവനത്തിൽ എത്തിച്ചേരുകയും മെത്രാൻ വളരെ സ്നേഹത്തോടെ റാങ്ങിന് അവിടെ രാത്രിയിൽ താമസിക്കാനുള്ള ഇടം നൽകുകയും ചെയ്തു. അതിനുശേഷം രാത്രിയിൽ മെത്രാൻ ഉറങ്ങിയ സമയത്ത് റാങ് അവിടെ നിന്നും വിലപിടിപ്പുള്ള വെള്ളി വിളക്കുകാലുകളും മറ്റും മോഷ്ടിച്ച് രക്ഷപ്പെടുന്നു. പോകുന്ന വഴിയിൽ പോലീസുകാർ പിടിക്കുകയും മെത്രാന്റെ സന്നിധിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അവിടെ വെച്ച് മെത്രാനോട് പോലീസുകാർ പറയുന്നു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വെള്ളി വിളക്കുകാലുകളൊക്കെ ഇതാ, വെള്ളി സാമാനങ്ങളെല്ലാം തിരിച്ചെത്തിച്ചിരിക്കുന്നു. അവിടെ വെച്ച് മെത്രാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇതെല്ലാം ഞാൻ ഇയാൾക്ക് കൊടുത്തതായിരുന്നല്ലോ, മാത്രമല്ല ഇനിയും ഞാൻ നിങ്ങൾക്ക് തന്ന ചില വെള്ളി വിളക്കുകാലുകൾ എന്തേ നിങ്ങൾ കൊണ്ടുപോകാഞ്ഞത്? പക്ഷേ ഇത് പറയുമ്പോ എന്താണ് സംഭവിക്കുന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുന്ന റാങ്ങിനോട് മെത്രാൻ പറയുന്നൊരു വാക്കുണ്ട്, ഈ നല്ല ജീവിതം ഇനിയും ഇങ്ങനെയാക്കി കളയരുതേ. ഒരു ജീവിതത്തിൽ എടുത്തിരിക്കുന്ന പ്രതിജ്ഞ ഇനിയും ഒരിക്കലും തെറ്റിക്കരുതേ. ഇങ്ങനെ കുറ്റവാളിയെ സ്നേഹിക്കുകയും കുറ്റങ്ങളെ ഒരുക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക ക്രമം നമുക്കുണ്ടാവണമെന്ന് മെത്രാനിലൂടെ വിക്ടർ ഹ്യൂഗോ പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല മെത്രാൻ പറയുന്ന ചില വാക്കുകളുണ്ട്. യഥാർത്ഥത്തിൽ ആ വെള്ളി സമ്മാനങ്ങൾ നമ്മുടെയായിരുന്നുവോ? അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, ആത്മീയാചാര്യന്മാർ സാധാരണക്കാരുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കേണ്ടവരാണ് എന്നും അധികാര സ്ഥാനങ്ങൾ സാധാരണക്കാർക്ക് എപ്പോഴും കയറി ചെല്ലാവുന്ന ഇടങ്ങളായി മാറേണ്ടതുണ്ട് എന്നുള്ള വലിയ സത്യം നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട് പാവങ്ങളുടെ രചനയിലൂടെ വിക്ടർ ഹ്യൂഗോ. പ്രിയപ്പെട്ട മക്കളെ, ഈ യൂണിറ്റിന്റെ ആമുഖത്തിൽ കവി സച്ചിദാനന്ദൻ നമുക്ക് നൽകിയ കവിത നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു. കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേയുള്ളൂ. ഇരകൾക്കും തത്തകൾക്കും ഗൗളികൾക്കും എന്നതുപോലെ നമ്മൾ പറഞ്ഞു വെച്ച ഒരു വലിയ ആശയം ഇത് തന്നെയാണ്. കവികൾക്കുള്ള ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയാണ്, സ്നേഹത്തിൻ്റെ ഭാഷയാണ്, പരിഗണനയുടെയും ചുറ്റുപാടുമുള്ള വിചാരങ്ങളുടെയും ഭാഷയാണ്. അത് വെച്ചുകൊണ്ട് നാം മനസ്സിലാക്കിയ കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കൾ ഒരു കുറിപ്പ് തയ്യാറാക്കി നമ്മുടെ ക്ലാസ് അധ്യാപകർക്ക് നൽകണം, വിലയിരുത്തപ്പെടണം, ചർച്ചകൾക്ക് വിധേയമാക്കണം. ഓരോ കാവ്യങ്ങളും എത്ര മനോഹരമായി അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കവികൾക്ക്, സാഹിത്യ ലോകത്തിന് ഇനിയും ഏറെ ചെയ്യാൻ സാധിക്കും എന്ന വലിയ സത്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. കാരണം മഹത്തരങ്ങളായ കാവ്യങ്ങൾ കാലമെത്ര ചെന്നാലും നിലനിൽക്കുക തന്നെ ചെയ്യും. നമ്മളൊക്കെ, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരും നല്ല എഴുത്തുകാരാണ്. ഒരുപക്ഷെ കഥയായി, കവിതയായി, ലേഖനമായി, നാടകമായി, സഞ്ചാര സാഹിത്യമായി നിങ്ങൾ രചിക്കുന്ന രചനകളും ഇങ്ങനെ ജീവിതഗന്ധിയാവാൻ, ജീവിത സ്പർശിയായി തീരട്ടെ. അതിന് സാധിക്കട്ടെ. ഈ യൂണിറ്റ് നൽകുന്ന മഹത്തായ ലക്ഷ്യങ്ങളിലേക്ക് വളരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.